ഉണ്ടാക്കാൻ പോകുന്നത് മാർബിൾ കേക്ക് ആണ്. അപ്പൊ അതിന് ആവശ്യമുള്ള സാധനങ്ങള് മൈദപ്പൊടി, കോൺഫ്ലവർ, ഷുഗർ, പിന്നെ നമ്മൾ 3 മുട്ട ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൊക്കോ പൗഡർ, ഓയിൽ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മിൽക്ക്, പിന്നെ ബട്ടർ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 1 കപ്പ് മൈദപ്പൊടി ഇടണം. ഓക്കെ, ഇനി നമ്മൾ കോൺഫ്ലവർ 1/4 കപ്പ്, ഓക്കെ. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടണം. ഓക്കെ, ഇനി നമ്മൾ ബേക്കിംഗ് സോഡ 1/2 ടേബിൾ സ്പൂൺ ഇടണം. ഓക്കെ, ഇനി നമുക്ക് മിക്സ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇത് 2 പ്രാവശ്യം അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. ഇത് നമ്മൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിക്കണം, ബീറ്റ് അയക്കണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇത് നല്ലോണം പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചായിട്ട് പഞ്ചസാര ഇടണം. നമ്മൾ ഇത് പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ മഞ്ഞ നമുക്ക് ബീറ്റ് ചെയ്യാം. നമ്മളിത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് റൗണ്ടില് സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ പാടും. അപ്പൊ നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് ആ സാധനം ഇടണം. മെല്ലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൗണ്ടിലെ ഇത് മിക്സ് ചെയ്യാൻ എൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമ്മ ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പൊടി നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, അപ്പം ഇത്
കട്ടിയായി വരുമ്പോൾ നമുക്കൊന്ന് പാല് വെച്ചിട്ടുണ്ട്. പാല് ഓക്കെ. അപ്പൊ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഇടാം. ഓക്കെ, നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ഹാഫ് ആക്കി കൊടുക്കാം. ഒരു സ്പൂൺ. നമ്മൾ ഇതിലേക്ക് ഹാഫ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെ രണ്ട് മിക്സ്ചറും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് ഇത് പൊതിഞ്ഞെടുക്കണം. നമ്മൾ ഇതിൽ ബട്ടർ പേപ്പർ ഫുള്ളായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. അതിന്റെ മേലെ നമ്മൾ ബട്ടർ തേച്ചിട്ടുണ്ട്. നമ്മളിത് ക്രീം ലെയർ ആയിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചെടുക്കാം. അമ്മയുടെ ഹെൽപ്പും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ വൈറ്റ് ഇട്ടിട്ട് പരത്തിയെടുക്കണം. നമ്മൾ ബ്രൗൺ എടുത്ത് ഇടണം. നടുക്കിലാണ് വെക്കുന്നത്. ഓക്കെ, നമ്മൾ വൈറ്റ് ഇടണം. ഇത് നമ്മൾ ലെയർ ആയിട്ട് ഇട്ടിട്ട് വേണം നമുക്ക് മറ്റേ മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ. നമ്മളിത് ഫുള്ളായിട്ട് ചോക്ലേറ്റും വൈറ്റും ആയിട്ട് ഇട്ടിട്ട് വേണം നമുക്ക് മറ്റേ മാർബിൾ കേക്ക് സൂപ്പറായി സ്പോഞ്ചായി എടുക്കണം. നമ്മൾ വൈറ്റ് ഇടണം. നമ്മളിത് ലെയറിലായിട്ട് നമ്മളിത് വേറെ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഇത് റാക്കായി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെ കൊണ്ട് ലൈൻ ആക്കി എടുക്കാം. ഓക്കെ, നമ്മൾ ഈ ബാക്കിയുള്ള ബാറ്റർ ഈ ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഗ്യാസിന്റെ മേലെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇതിന്റെ മേലെ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ നമ്മുടെ ബാറ്റർ വെക്കാം. ഓക്കെ, നമ്മള്
ഓക്കെ, അപ്പൊ നമ്മൾ ഇഡ്ഡലിപ്പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് 10 മിനിറ്റ്സ് ചൂടാക്കാൻ വെക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. അപ്പൊ നമ്മളെ കേക്ക് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ തണിയുന്ന വരെ നമുക്ക് അവിടെ തണിഞ്ഞിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പൊ നമ്മളെ കേക്കും പിന്നെ ഇഡ്ഡലിപ്പാത്രത്തിൽ വെച്ച 3-4 കേക്കുകളും നമ്മളിപ്പോ എടുത്തിട്ടുണ്ട്. നല്ല പൂ പോലെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അമ്മയുടെ ഹെൽപ്പ് ഉണ്ട്. അപ്പൊ ഞാന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സൂപ്പറാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.